നമസ്തേ ജ്യോതിർമയത്തിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്വര എക്സസൈസസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ പുതിയൊരു പാറ്റേൺ ട്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യമില്ലാതെ നോട്ട്സ് ഒക്കെ തെറ്റിപ്പോവുക. നമുക്കറിയാവുന്ന സ്വരസ്ഥാനങ്ങളാണ് എങ്കിൽ പോലും തെറ്റിപ്പോവുക. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കുറച്ചും കൂടെ പ്രാക്ടീസ് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ സ്വരസ്ഥാനങ്ങൾ ഒന്നുകൂടെ ഒന്ന് സ്റ്റേബിൾ ആവാനുണ്ട്. അപ്പോൾ ഇതിന് പല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ചാലഞ്ചസ് കൊടുക്കുക, അതാണ് ഏറ്റവും പ്രധാനം. പുതിയ പുതിയ പാറ്റേൺസ് നമ്മൾ തന്നെ നമുക്ക് പറ്റാത്ത പാറ്റേൺസ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള രാഗങ്ങളുടെ എല്ലാം സ്വരസ്ഥാനങ്ങൾ മാറി 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 പാടി നോക്കുക. അവരോഹണങ്ങൾ മാറി മാറി പാടി നോക്കുക. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓരോ രാഗത്തിൻ്റെയും സ്വരസ്ഥാനങ്ങൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ആ പിച്ച് ഷിഫ്റ്റ് നമ്മൾ ബ്രെയിനിന് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ആണത്. അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാറ്റേൺ ചൂസ് ചെയ്തിട്ട് വിവിധ രാഗങ്ങളിൽ പല രാഗങ്ങളിൽ അത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് ഒരു പാറ്റേൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 1 2 3 4 2 3 4 സാ രേ ഗ മ രേ ഗ മ. ഓക്കെ, സാ രേ ഗ മ രേ ഗ മ രേ ഗ മ പ ഗ മ പ ഗ മ പ ദ മ പ ദ മ പ ദ നി പ ദ നി പ ദ നി സ ദ നി സ സ നി ദ പ നി ദ പ നി ദ പ മ ദ പ മ ദ പ മ ഗ പ മ ഗ പ മ ഗ രേ മ ഗ രേ സ ഗ രേ സ സ രേ ഗ മ രേ ഗ മ രേ ഗ മ പ ഗ മ പ ഗ മ പ ദ മ പ ദ മ പ ദ നി പ ദ നി പ ദ നി സ ദ നി സ സ നി ദ പ നി ദ പ നി ദ പ മ ദ പ മ ദ പ മ ഗ പ മ ഗ പ മ ഗ രേ മ ഗ രേ സ ഗ രേ സ. ഈ രീതിയിൽ നമുക്ക് പഠിച്ചിട്ടുള്ള രാഗങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.